ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിയത് ഗുരുതര കുറ്റകൃത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. നിയമ നടപടി എടുക്കാത്ത സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ്. വേട്ടക്കാർക്കൊപ്പം ഇരകളെ ഇരുത്തി കോൺക്ലേവ് നടത്തിയാൽ തടയുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഈ സിനിമ കോൺക്ലേവ് എന്ന് പറയുന്നത് ആരോപണ വിധേയരായ ഇവരെയും ഇരകളെയും ഒരുമിച്ചിരുത്തി ഈ ഇരകളായവരെ അപമാനിക്കുകയാണ്. സർക്കാർ യഥാർത്ഥത്തിൽ വേട്ടക്കാരോടൊപ്പമാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 4.5 കൊല്ലമായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പി എ ഗിരീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തു നിന്ന്. ഗിരീഷ്, ഇപ്പോൾ മുഖ്യമന്ത്രി ഇതിൽ പരാതിയുണ്ടെങ്കിലേ നിയമ നടപടിക്ക് സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞ പ്രസ്താവന ധനമന്ത്രി തിരുത്തുകയാണ്. നിലവിലുള്ള നിയമപ്രകാരം കേസെടുക്കാൻ, സ്വമേധയാ കേസെടുക്കാൻ നിയമ നടപടികൾക്കൊക്കെ പറ്റുമെന്ന് ധനമന്ത്രി തന്നെ പറയുന്നു. ഏതാണ്ട് പ്രതിപക്ഷവും ഏതാണ്ട് അതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. സർക്കാരിൽ ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്നാണോ ഈ ധനമന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്? വിജയകുമാർ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ തന്നെ സർക്കാരിൽ ഈ റിപ്പോർട്ടിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പവും അഭിപ്രായ ഭിന്നതയും ഒക്കെ നിലനിന്നിരുന്നു. മുഖ്യമന്ത്രി നേരത്തെ സ്വീകരിച്ച നിലപാടിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെങ്കിൽ മൊഴി നൽകിയവരിൽ ആരെങ്കിലും പരാതി നൽകണമെന്നായിരുന്നു. പരാതി നൽകിയോ ഇല്ലെങ്കിൽ കോടതി നിർദ്ദേശിക്കുകയോ വേണമെന്നായിരുന്നു സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഭിന്നമായ മറ്റൊരു അഭിപ്രായമാണ് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാൻ നിയമമുണ്ട് എന്ന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രതിപക്ഷം ആവർത്തിച്ചിരുന്ന കാര്യങ്ങൾ മന്ത്രി അതിന് പിന്തുണയ്ക്കുകയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ സ്വമേധയാ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണം, FIR രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതായിരുന്നു. ഏകദേശം അതിന് സമാനമായ നിലപാട് തന്നെ ഇപ്പോൾ ധനമന്ത്രി പറയുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാൻ നിലവിലുള്ള നിയമം അനുസരിച്ച്, ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് വകുപ്പുണ്ട് എന്ന് തന്നെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനുള്ള അഭിപ്രായ ഭിന്നത ആഴത്തിൽ വ്യക്തമാക്കുന്നതാണ് ധനമന്ത്രിയുടെ ഈ വാക്കുകൾ. വിജയകുമാർ, യെസ്, റിപ്പോർട്ടിന്മേൽ സ്വമേധയാ കേസെടുക്കാൻ നിയമമുണ്ട് എന്നാണ് ധനമന്ത്രി ഈ വിഷയത്തിൽ നടത്തിയ ശ്രദ്ധേയമായ പ്രതികരണം. ആരെങ്കിലും പരാതി നൽകിയാൽ കേസെടുക്കാമെന്ന് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെയല്ല, സ്വമേധയാ കേസെടുക്കാൻ രാജ്യത്തെ നിയമം പ്രകാരം കഴിയുമെന്നാണ് ധനമന്ത്രി നൽകിയിരിക്കുന്ന വിശദീകരണം. വി എ ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.